മാന്യ സദസ്സിന് നമസ്കാരം. നിത്യജീവിതത്തിൽ നാം കേൾക്കുന്ന ചില ശബ്ദങ്ങളെ അനുകരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സൂര്യൻ കിഴക്കുതിച്ച് പ്രഭാതമായി എന്ന് നമ്മളെ അറിയിക്കുന്ന ചില കിളികളുടെ ശബ്ദമാണ് ആദ്യമായി ഞാൻ അനുകരിക്കുന്നത്. ലവ് ബേർഡ്സിനെ ഇഷ്ടമല്ലാത്തവരായി ആരുമില്ല. അവയുടെ ഇണക്കവും പിണക്കവും കണ്ടു നിൽക്കാനും നല്ല രസമാണ്. അവയുടെ ശബ്ദം ഒന്ന് കേൾക്കാം. വീടുകളിലൂടെയും പാടങ്ങളിലൂടെയും കുടുങ്ങി കുടുങ്ങി പോകുന്ന താറാവിന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കിയാലോ. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ചെവികൾക്ക് അസ്വസ്ഥരാകുമ്പോൾ തരുന്ന കൊതുകിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. അടുത്തതായി ഒരു കുതിര ചതുപ്പ് നിലത്തിൽ കൂടി ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ഇതേ കുതിര ഒരു പൊതുനിരത്തിൽ കൂടി ഓടിയാലോ. ഇനി നമുക്ക് ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും എല്ലാം ശബ്ദം കേൾക്കാം. ആദ്യമായി മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന മിഷൻ വാളിന്റെ ശബ്ദം. അടുത്തതായി ഒരു തീവണ്ടി അനൗൺസ്മെന്റോട് കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചു പോകുന്നതിന്റെ ശബ്ദം. അടുത്ത കാലത്ത് തരംഗമായി മാറിയ ഒരു സിനിമയാണ് KGF. ആ സിനിമയിലെ റോക്കി ബായി ഓടിക്കുന്ന മസ്താങ് എന്ന വാഹനത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. വിശേഷ ദിവസങ്ങളിൽ പടക്കങ്ങൾ പൊട്ടിക്കാത്തവരെ ആരുമില്ല അല്ലേ? അതിലെ പ്രധാനമായ ഒന്നാണ് ആകാശ വിസ്മയങ്ങൾ. അതിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഇനി നമുക്ക് മുടി മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കത്രികയുടെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. അടുത്തതായി ചില ചലച്ചിത്ര നടന്മാരുടെ ശബ്ദമാണ്. ആദ്യമായി സൗണ്ട് തോമ എന്ന സിനിമയിലെ ജനനായകൻ ദിലീപ് അവതരിപ്പിച്ച സൗണ്ട് തോമയുടെ ശബ്ദം. ഇനി അതിലെ നടൻ ശശി കൽക്കിയുടെ ശബ്ദം. നിന്നോട് ഞാൻ പറഞ്ഞതാ പച്ചക്കളറിന് ചുമന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടിവേർ എടുത്തോണ്ട് വരാനല്ലേട്. ഇനി ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന ശബ്ദത്തിന് ഉടമയായ ഗോപി സാറിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന പുകയെടുത്താൽ അത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് പുകവലിക്കരുത്. പുകവലി അർബുദത്തിന് ഹാനികരം. ഇത്രയും നേരം എന്റെ കൊച്ചു മെമിക്രിക്ക് കാതോർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി.